ഫിസിക്സിൻ്റെ കഴിഞ്ഞ ലെസണിൽ റെസിസ്റ്ററുകളെ സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ശ്രേണി രീതിയിലും സമാന്തര രീതിയിലും കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണെന്നും അതിൻ്റെ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്നും നമ്മൾ പഠിച്ചു. അവിടെ നമ്മൾ പഠിച്ചത് ശ്രേണി രീതിയിൽ കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സീരീസ് കണക്ഷനിൽ റെസിസ്റ്ററുകളെ കണക്ട് ചെയ്യുമ്പോഴുള്ള സഫല പ്രതിരോധം അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ R is equal to R1 plus R2 plus R3 plus etc. up to Rn ആണ്. അതുപോലെ സമാന്തര രീതിയിൽ അല്ലെങ്കിൽ പാരലൽ കണക്ഷൻ ആണെങ്കിൽ അത് 1/R is equal to 1/R1 plus 1/R2 plus 1/R3 plus etc. up to 1/Rn ആണ്. ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഈ ഇക്വേഷൻ എങ്ങനെ കണ്ടെത്തി എന്നുള്ളതാണ്. ഇതെങ്ങനെ കണ്ടെത്തിയെന്നോ അതിൻ്റെ ഡെറിവേഷനോ നമുക്ക് എക്സാമിന് ചോദിക്കില്ല. പിന്നെ എന്തിനാണ് നമ്മളിത് പഠിക്കുന്നത്? ഇതിലെ ഈ ഇക്വേഷൻ എങ്ങനെ കണ്ടെത്തിയെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 4 പോയിന്റ്സ് ഇവിടെ പറയുന്നുണ്ട്. ആ 4 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മിക്കവാറും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, റെസിസ്റ്ററിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള ഇക്വേഷൻ R is equal to R1 plus R2 plus R3 plus etc. up to Rn ആണ്. അങ്ങനെയെങ്കിൽ ആ ഇക്വേഷൻ എങ്ങനെ കണ്ടെത്തി? അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഒരു ഫിഗർ വരയ്ക്കുകയാണ്. R1, R2, R3 ഇതിന് ഞാൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്കിത് പറയാൻ വേണ്ടിയിട്ട് 4 പോയിന്റ്സ് പഠിക്കണം. അതിൽ ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറയാൻ പോവുകയാണ്. ഈ ഫിഗറിൽ ഞാനൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു. അത് 12 വോൾട്ടാണ് സങ്കല്പിക്കുക. ഒരു എക്സാമ്പിൾ. ഒന്നാമത്തെ റെസിസ്റ്റൻസ് R1, ഇത് R2, ഇത് R3. എൻ്റെ ചോദ്യം ഇതാണ്, ഈ R1നും R2നും R3ക്കും കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും അതോ ഡിഫറൻ്റ് ആയിരിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് നമുക്കറിയാം. ഒരു ചാലകത്തിൻ്റെ 2 അഗ്രങ്ങൾ തമ്മിലുള്ള ഊർജ്ജ നില വ്യത്യാസം. ഇവിടെ നമ്മൾ 2 അഗ്രം കണക്ട് ചെയ്തേക്കുന്നത് R1, R2, R3യുടെ കോമ്പിനേഷനെയാണ് എന്ത് ചെയ്തേക്കുന്നത്, ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. R1, R2, R3യും കൂടെ കൂട്ടിച്ചേർത്തപ്പോൾ അതിൻ്റെ കോമ്പിനേഷനെ ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് 12 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അങ്ങനെയെങ്കിൽ R1നും R2നും R3ക്കും കിട്ടുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം എത്ര? തീർച്ചയായിട്ടും 3നും കൂടി ചേർത്ത് ഞാൻ 12 വോൾട്ട് കൊടുത്തു. അങ്ങനെയെങ്കിൽ ഓരോന്നിനും കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? അതിൻ്റെ റെസിസ്റ്റൻസിനനുസരിച്ച് വ്യത്യാസമായിരിക്കും. R1ന് V1, R2ന് V2, R3ക്ക് V3. ഇത് 3ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും? ടോട്ടൽ 12 വോൾട്ട് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അത് തന്നെയാണ്. സീരീസ് കണക്ഷനിൽ നമ്മുടെ ഓരോ റെസിസ്റ്ററിനും കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് വ്യത്യാസമാണ്. സീരീസ് കണക്ഷൻ അല്ലെങ്കിൽ ശ്രേണി രീതിയിൽ ഓരോ റെസിസ്റ്ററിനും കിട്ടുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താണ്? വ്യത്യാസമായിരിക്കും. ഇനി പാരലൽ കണക്ഷൻ. R1, R2, R3 ഞാൻ എന്ത് ചെയ്തു? പാരലായിട്ട് കണക്ട് ചെയ്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? സെയിം 12 വോൾട്ട് കൊടുത്തു. അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം, ഈ കേസിൽ R1നും R2നും R3ക്കും കിട്ടുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം സെയിം ആയിരിക്കും ഡിഫറൻ്റ് ആയിരിക്കും? നോക്കി, ഇവിടുത്തെ കേസിൽ R1ൻ്റെ 2 അഗ്രങ്ങൾ, 2 അറ്റം, ഈ 2 എൻഡ് നമ്മൾ എന്ത് ചെയ്യാണ്? ഡയറക്റ്റ് ആയിട്ട് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തേക്കുകയാണ് അല്ലേ? അപ്പോൾ R1ന് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്തു? 12 വോൾട്ട് കിട്ടി. സെയിം R2ൻ്റെയും 2 എൻഡ് നമ്മൾ എന്ത് ചെയ്യാണ്? ഡയറക്റ്റായിട്ട് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തു അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസമായിട്ട് കണക്ട് ചെയ്തു. R2നും കിട്ടുന്ന വോൾട്ടേജ് 12 തന്നെയാണ്. സെയിം R3ക്കും കിട്ടുന്ന വോൾട്ടേജ് എത്ര തന്നെയാണ്? 12 വോൾട്ട് തന്നെയാണ്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് ഇത് തന്നെയാണ്. സമാന്തര രീതിയിൽ അല്ലെങ്കിൽ പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഓരോ റെസിസ്റ്ററിനും സെയിം തന്നെയായിരിക്കും, തുല്യമായിരിക്കും. അപ്പോൾ 4 പോയിന്റിൽ 2 പോയിന്റ് പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് പോയിന്റ്, ശ്രേണി രീതിയിൽ അല്ലെങ്കിൽ സീരീസ് കണക്ഷനിൽ
ഓരോ റെസിസ്റ്ററിനും കിട്ടുന്ന വോൾട്ടേജ് എന്താണ്? ഡിഫറൻ്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ്, സമാന്തര രീതിയിൽ ഓരോ റെസിസ്റ്ററിനും കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ ആണേ. അപ്പോൾ ഇനി മൂന്നാമത്തെ പോയിന്റ് എന്തായിരിക്കും? വോൾട്ടേജിനെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഇനി പറയേണ്ടത് കറണ്ടിനെ പറ്റിയാണ്. ഫസ്റ്റ് ഫിഗറിൽ ശ്രേണി രീതിയിൽ റെസിസ്റ്ററിനെ കണക്ട് ചെയ്തേക്കുന്നു. അപ്പോൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് എന്ത് ചെയ്യും? നമ്മുടെ കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ? അപ്പോൾ ഈ പോസിറ്റീവിൽ നിന്ന് കറണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഇതിന് പിരിഞ്ഞു പോകാൻ വേറെ വഴിയൊന്നുമില്ല. ഇതെന്ത് ചെയ്യും? നേരെ വന്നിട്ട് ഈ സർക്യൂട്ടിൽ R1 R2 R3യിലൂടെ കയറി എന്ത് ചെയ്തു? നെഗറ്റീവിൽ വന്നു. അപ്പോൾ ഈ പറഞ്ഞ R1യിലൂടെയും R2യിലൂടെയും R3യിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് സെയിം ആണ്. കാര്യം കറണ്ട് വേറെ അങ്ങോട്ട് പോകുന്നില്ല അല്ലേ? അതിന് സഞ്ചരിക്കാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും സീരീസ് കണക്ഷനിൽ ഇവിടെ എന്താണ്? കറണ്ട് എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് വോൾട്ടേജിനെ പറ്റിയായിരുന്നു. സീരീസ് കണക്ഷനിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഓരോ റെസിസ്റ്ററിനും വ്യത്യാസമാണ്. പാരലൽ കണക്ഷനിൽ ഓരോ റെസിസ്റ്ററിനും കിട്ടുന്ന വോൾട്ടേജ് തുല്യമാണ്. രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് സീരീസ് കണക്ഷനിൽ ശ്രേണി രീതിയിൽ ഓരോ റെസിസ്റ്ററിനും കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ നാലാമത്തെ പോയിന്റ് എന്താണ്? ഇത് നോക്കിയേ. ഞാനിവിടെ വോൾട്ടേജ് കൊടുത്തു. പോസിറ്റീവിൽ നിന്ന് കറണ്ട് സ്റ്റാർട്ട് ചെയ്തു. നേരെ ഈ ട്രൈ ജംഗ്ഷനിൽ വന്നു. ഇവിടുന്ന് കറണ്ട് എങ്ങോട്ട് ഫ്ലോ ചെയ്യും? കുറച്ച് കറണ്ട് R1ൽ കൂടെ പോവും അല്ലേ? ഇവിടെ വെച്ച് ഡിവൈഡ് ചെയ്യും. കുറച്ച് കറണ്ട് R2 കൂടെ പോവും. കുറച്ച് എന്ത് ചെയ്യും? R3യിലൂടെ പോവും. ബാക്കി കറണ്ട് എന്ത് ചെയ്തു? ഇതിലൂടെ പാസ് ചെയ്ത് നേരെ എന്ത് ചെയ്തു? ബാറ്ററിയിൽ നെഗറ്റീവിൽ വന്നു. അങ്ങനെയെങ്കിൽ എനിക്ക് പറയാം ഇവിടെ എന്ത് ചെയ്തു? കറണ്ട് ഓരോന്നിനും ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ റെസിസ്റ്റൻസിനനുസരിച്ച് ഓരോ റെസിസ്റ്ററിനും കിട്ടുന്ന കറണ്ട് എന്താണ്? വ്യത്യാസമാണ്. അപ്പോൾ നാലാമത്തെ പോയിന്റ് അത് തന്നെയാണ്. പാരലൽ കണക്ഷനിൽ ഓരോ റെസിസ്റ്ററിനും കിട്ടുന്ന കറണ്ട് എങ്ങനെയാണ്? വ്യത്യാസമാണ്. 4 പോയിന്റ് മനസ്സിലായോ? 4 പോയിന്റ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് പോയിന്റ് വോൾട്ടേജിനെ പറ്റിയാണ്. ശ്രേണി രീതിയിൽ അല്ലെങ്കിൽ സീരീസ് കണക്ഷനിൽ ഓരോ റെസിസ്റ്ററിനും കിട്ടുന്ന വോൾട്ടേജ് ഡിഫറൻ്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ് പാരലൽ കണക്ഷനിൽ ഓരോ റെസിസ്റ്ററിനും കിട്ടുന്ന വോൾട്ടേജ് സെയിം ആണ്. മൂന്നാമത്തെ പോയിന്റ് സീരീസ് കണക്ഷനിൽ ഓരോ റെസിസ്റ്ററിനും കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത് തുല്യമായിരിക്കും. നാലാമത്തെ പോയിന്റ് പാരലൽ കണക്ഷനിൽ ഓരോ റെസിസ്റ്ററിനും കിട്ടുന്ന കറണ്ട് വ്യത്യാസമാണ്. ഇനി നമ്മുടെ ഫസ്റ്റ് പോയിന്റ് നോക്കാം. സീരീസ് കണക്ഷനിൽ വോൾട്ടേജിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. വോൾട്ടേജ് എന്ന് പറയുന്നത് ഓരോ റെസിസ്റ്ററിനും എന്തായിരിക്കും എന്ന് പറഞ്ഞു? വ്യത്യാസമാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഞാൻ കൊടുത്ത 12 വോൾട്ട് എന്ത് ചെയ്തു? 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. സോ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 എന്ന് എനിക്ക് എഴുതാം. രണ്ടാമത്തെ ഫിഗറിൽ പാരലൽ കണക്ഷനിൽ എന്താ വ്യത്യാസമായിട്ടുള്ളത്? I ആണ് അല്ലേ? ഇവിടെ എനിക്ക് എഴുതാൻ പറ്റുന്നത് I ഇസ് ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3. ഇനി സീരീസ് കണക്ഷനിലെ ഒന്നാമത്തേത് നോക്കാം. V ഇസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 എന്ന് എഴുതി. അങ്ങനെയെങ്കിൽ എനിക്ക് ഓംസ് ലോ വെച്ചിട്ട് എന്ത് ചെയ്യാം? V ഇസ് ഈക്വൽ ടു IR എന്ന് എഴുതാം. രണ്ടാമത്തെ V1ന് പകരം I ഇൻറ്റു R1 എന്ന് എഴുതാം. എന്തുകൊണ്ട് I1 എന്ന് എഴുതിയില്ല? I എല്ലായിടത്തും സെയിം ആണ്, അത് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? സീരീസ് കണക്ഷനായി. സോ V2ൻ്റെ കേസിൽ IR2, V3 IR3. ഇവിടെ എനിക്ക് IR ഇസ് ഈക്വൽ ടു I കോമൺ ആയിട്ട് വെളിയിലെടുക്കാം. I ഇൻറ്റു R1 പ്ലസ് R2 പ്ലസ് R3. ഐയും എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്ത് പോയി. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. R ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. ഓക്കെ ആണോ? അതുപോലെ ഇനി നമുക്ക് പാരലൽ കണക്ഷനിൽ നോക്കാം. ഇവിടുത്തെ ഡിഫറൻ്റ് ആയിട്ടുള്ള സാധനം എന്താണ്? കറണ്ടാണ്. ഓംസ് ലോ അനുസരിച്ചിട്ട് I ഇസ് ഈക്വൽ ടു V/R ആണ് അല്ലേ? V/R ഇസ് ഈക്വൽ ടു V/R1, കാര്യം V സെയിം ആണ്, പ്ലസ് V/R2 പ്ലസ് V/R3. ഇവിടെ എന്തുകൊണ്ട് V1 V2 V3 എഴുതിയില്ല എന്ന് നിങ്ങൾക്കറിയാം. പാരലൽ കണക്ഷനാണ്.
വി എല്ലായിടത്തും എന്താണ് സെയിം ആണ്. സോ വി നമുക്ക് വെളിയിലെടുക്കാം. വി ഇൻറ്റു 1/r ഈസ് ഈക്വൽ ടു വി ഇൻറ്റു 1/r1 പ്ലസ് 1/r2 പ്ലസ് 1/r3. വിയും വിയും ക്യാൻസൽ ചെയ്ത് പോയി. നമ്മുടെ ഇക്വേഷൻ കിട്ടി. 1/r is equal to 1/r1 plus 1/r2 plus 1/r3. ഫിസിക്സിൻ്റെ കഴിഞ്ഞ ലെസണിൽ നമ്മൾ ശ്രേണി രീതിയിലും സമാന്തര രീതിയിലും കണക്ട് ചെയ്യുമ്പോഴുള്ള 4 കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു, വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ പ്രോബ്ലം ചെയ്യണം. അതിൻ്റെ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് മനസ്സിലാക്കേണ്ട ചെറിയൊരു കൺസെപ്റ്റ് കൂടിയുണ്ട്. നമ്മളത് പഠിച്ചതാണ്. എന്താണ് ഇലക്ട്രിക് പവർ, വർക്ക്, എനർജി, പവർ. ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞൊരു ലെസണിൽ അല്ലെങ്കിൽ മുന്നത്തെ ഒരു ലെസണിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടി ഒന്ന് കേട്ടു നോക്കുക. അപ്പോൾ എന്താണ് പവർ എന്ന് നമുക്കറിയാം ഇല്ലേ? വർക്ക് എന്താണെന്ന് നമുക്കറിയാം, എനർജി എന്താണെന്ന് അറിയാം. ഒരാൾക്ക് എത്രത്തോളം എനർജി ഉണ്ടോ അത്രത്തോളം പ്രവൃത്തിയാണ് അയാൾക്ക് ചെയ്യാൻ സാധിക്കുക. ശരിയാണല്ലോ? അപ്പോൾ ഒരാളുടെ എഫിഷ്യൻസി നമുക്കറിയണം. എല്ലാവർക്കും എനർജി ഉണ്ട്, പക്ഷേ എത്രത്തോളം എഫിഷ്യൻസി ഉണ്ട്. എഫിഷ്യൻസി ഉദ്ദേശിക്കുന്നത് കുറഞ്ഞ സമയം കൊണ്ട് എത്രത്തോളം ജോലി ചെയ്യാൻ സാധിക്കും, അതാണ് എൻ്റെ എഫിഷ്യൻസി. അത് തന്നെയാണ് പവർ എന്ന് പറയാം അല്ലേ? അപ്പോൾ എന്താണ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ടൈമിൽ എത്രത്തോളം വർക്ക് അല്ലെങ്കിൽ എത്രത്തോളം പ്രവൃത്തി ചെയ്യാൻ സാധിക്കുന്നു അതിനെയാണ് പവർ എന്ന് വിളിക്കുക അല്ലേ? ഞാനീ പറഞ്ഞ സെൻറ്റൻസ് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ഇക്വേഷൻ നമുക്ക് മനസ്സിലാവും. ഒരു യൂണിറ്റ് ടൈമിൽ എത്ര പ്രവൃത്തി ചെയ്തു, പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് W ആണ് അല്ലേ? ഒരു യൂണിറ്റ് ടൈമിൽ എത്ര ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് W/T എടുത്താൽ മതി. ശരിയാണല്ലോ? അങ്ങനെയെങ്കിൽ എന്താണ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ പറയാം: ദ എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഇൻ യൂണിറ്റ് ടൈം ഈസ് ഇറ്റ്സ് പവർ അല്ലേ? ഇലക്ട്രിക്കൽ എനർജിയുടെ കാര്യത്തിലാണെങ്കിൽ എന്താണ് പവർ എന്ന് ചോദിക്കുമ്പോൾ ദ എമൗണ്ട് ഓഫ് എനർജി, എത്രത്തോളം എനർജി കൺസ്യൂം ചെയ്തു ബൈ ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ്, ഒരു ഇലക്ട്രിക്കൽ ഉപകരണം എത്രത്തോളം എനർജി കൺസ്യൂം ചെയ്തു, എങ്ങനെ? ഇൻ യൂണിറ്റ് ടൈം, ഒരു യൂണിറ്റ് ടൈമിൽ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇലക്ട്രിക് പവർ എന്ന് വിളിക്കുക. ശരിയല്ലേ? അപ്പോൾ അതുപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? പവർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പവർ ഇസ് ഈക്വൽ ടു W/T അല്ലെങ്കിൽ വർക്ക് ബൈ ടൈം. ഇനി നമുക്ക് പവറിൻ്റെ കുറച്ച് ഇക്വേഷൻസ് നമുക്ക് വേണം. ജൂൾസ് ലോയുടെ 3 ഇക്വേഷൻസ് നമുക്കറിയാം അല്ലേ? H is equal to I²RT, H is equal to VIT, അതുപോലെ H is equal to V²T divided by R. ആ ഇക്വേഷനെ നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതിക്കൂടെ ഇല്ലേ? പവറിൻ്റെ ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട് പവർ P is equal to W/T ആണ്. നമ്മുടെ ജൂൾസ് ലോയുടെ ഡെറിവേഷൻ ഒന്നുകൂടെ ഒന്ന് കണ്ടുപോക്കുക. അപ്പോൾ ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് എത്രത്തോളം ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തോ അതാണ് ഇവിടുത്തെ വർക്ക്. ശരിയാണ്? എത്രത്തോളം നമുക്ക് എനർജി ഉണ്ടോ അത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റും. ജൂൾസ് ലോ ഉപയോഗിച്ച് നമുക്ക് എത്രത്തോളം എനർജി ഉണ്ടോ അത്രത്തോളം കറണ്ട് എന്താണ്? ഹീറ്റായിട്ട് മാറുകയാണ്. അങ്ങനെയെങ്കിൽ അവിടുത്തെ എനർജി എന്ന് പറയുന്നതും വർക്ക് എന്ന് പറയുന്നതും എന്താണ്? അവിടെ ഹീറ്റാണ്. സോ എനിക്ക് ആ ഇക്വേഷനെ P is equal to H/T എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ ജൂൾസ് ലോയുടെ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P is equal to I²RT/T എന്ന് എഴുതാം അല്ലേ? ടിയും ടിയും ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് പവറിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും P is equal to I²R. ഇനി നമ്മുടെ അടുത്ത ഇക്വേഷൻ H is equal to VIT അല്ലേ? H is equal to VIT എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും? VIT divided by T എന്ന് കിട്ടും. ടിയും ടിയും ക്യാൻസൽ ചെയ്ത് പോകും. പവർ P is equal to VI. അതുപോലെ നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ H is equal to V²T divided by R. അതിലും എന്ത് ചെയ്യും? നമ്മൾ ബൈ ടി എടുക്കുമ്പോൾ ടിയും ടിയും ക്യാൻസൽ ചെയ്ത് പോകും. പവർ നമുക്ക് എന്ത് ചെയ്യും? പവറിൻ്റെ ഇക്വേഷൻ P is equal to V²/R എന്ന് കിട്ടും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജൂൾസ് ലോയുടെ ഇക്വേഷനിൽ എല്ലാത്തിൽ നിന്നും ടിയെ നമ്മൾ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായി? പവറിൻ്റെ ഇക്വേഷനായി. ശരിയല്ലേ? പവറിൻ്റെ ഇക്വേഷൻ നമ്മൾ ഹീറ്റ് എനർജിയുടെ ഇക്വേഷൻ H is equal to I²RT. ആ ടി എടുത്ത് മാറ്റുമ്പോഴത്തേക്ക് പവറിൻ്റെ ഇക്വേഷനായി P is equal to I²R. രണ്ടാമത്തെ ജൂൾസ് ലോയുടെ ഇക്വേഷൻ H is equal to VIT. അതിൽ നിന്ന് ടി കളയുമ്പോഴത്തേക്ക് പവറിൻ്റെ ഇക്വേഷനായി P is equal to VI. അതുപോലെ നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ V²T/R ടി എടുത്ത് മാറ്റുമ്പോഴത്തേക്ക് പവറിൻ്റെ ഇക്വേഷനായി എന്താണ്? V² divided by R. ഇത് ഓർത്തിരിക്കുക. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമാണ്. ഇനി എന്താണ് പവർ നമ്മൾ പഠിച്ചു.
അല്ലേ? ഒരു യൂണിറ്റ് സമയം കൊണ്ട് ഒരു ഇലക്ട്രിക്കൽ ഉപകരണം, ഒരു വൈദ്യോപകരണം ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ എന്ത് വിളിക്കുക? നമുക്ക് പവർ എന്ന് വിളിക്കാൻ സാധിക്കുക. ആണല്ലോ. അപ്പോൾ ഏതൊരു ക്വാണ്ടിറ്റി നമ്മൾ പറയുമ്പോഴും അതിനൊരു യൂണിറ്റ് പറയണം. അവിടെ പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്. നമ്മൾ കടകളിലൊക്കെ പോയി ബൾബ് മേടിക്കുമ്പോൾ നമ്മൾ 40 വാട്ടിൻ്റെ ബൾബ് അല്ലെങ്കിൽ 60 വാട്ടിൻ്റെ ബൾബ് എന്ന് പറഞ്ഞാണ് മേടിക്കുക, അല്ലേ? അവിടെ ഉദ്ദേശിക്കുന്നത് ആ ബൾബിൻ്റെ പവർ ആണ് എന്ത് ചെയ്യുന്നത്, അതിൽ ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്നത്. അവിടെ ക്യാപിറ്റൽ ലെറ്റർ W കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പവറിന് ആ യൂണിറ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? W ആണ്. W എന്ന് പറയുന്നത് വാട്ടാണ്. ഓക്കെ ആണോ? ഇനി ഇതുപയോഗിച്ച് നമ്മുടെ കഴിഞ്ഞ വോയിസിലെ ആ കുറച്ച് നമ്മൾ ആ 4 പോയിന്റും കൂടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ കയ്യിലൊരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറിൽ 40 വാട്ട് ബൾബിനെ ഞാൻ 230 വോൾട്ട് AC-യുമായിട്ട് കണക്ട് ചെയ്തേക്കുകയാണ്. എന്താണ് AC? AC എന്ന് ഉദ്ദേശിക്കുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. അതെന്താണെന്ന് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്, ഒരു AC ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടുമായിട്ട് 40 വാട്ട് ബൾബിനെ കണക്ട് ചെയ്തേക്കുന്നു. ഇത് ശ്രേണി രീതിയാണോ സമാന്തര രീതിയാണോ? അതെ, ഇത് സീരീസ് കണക്ഷനാണ്. 40 വാട്ട് ബൾബിനെ നമ്മൾ എന്ത് ചെയ്തു, ശ്രേണി രീതിയിൽ അല്ലെങ്കിൽ സീരീസ് കണക്ഷനിൽ 230 വോൾട്ട് AC-യുമായിട്ട് കണക്ട് ചെയ്തേക്കുകയാണ്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ പവർ ഓഫ് ബൾബ് ഇൻ ദ സർക്യൂട്ട്? സർക്യൂട്ടിലെ ബൾബിൻ്റെ പവർ എത്ര? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം എത്രയാണ്, 40 വാട്ടാണ് എന്ത് ഇവിടെ ബൾബിൻ്റെ പവർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ബൾബ് വിൽ ഗ്ലോ മോർ ബ്രൈറ്റ് ഇഫ് വി കണക്റ്റഡ് അനദർ ബൾബ് ഓഫ് 60 വാട്ട് ഇൻ സീരീസ് കണക്ഷൻ വിത്ത് ദിസ് സർക്യൂട്ട്? ഇതേ സർക്യൂട്ടിൽ 60 വാട്ട് ബൾബ് കൂടി ശ്രേണി രീതിയിൽ ഘടിപ്പിച്ചാൽ ഏത് ബൾബ് കൂടുതൽ പ്രകാശിക്കും? ഉത്തരം സാധൂകരിക്കുക. ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ലെസണിൽ പഠിച്ച ആ 4 പോയിൻറ്റ്സ് നമുക്ക് ഓർമ്മ വേണം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഞാൻ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞതിന് ശേഷമാണ് ഞാനിതിൻ്റെ ആൻസറിലേക്ക് വരിക. ആ ഓരോ പോയിൻറ്റും എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. ഒന്നാമത്തെ പോയിൻറ്റ്, ഞാനിവിടെ 40 വാട്ട് ബൾബിനെ സീരീസ് കണക്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രകാശം എങ്ങനെ ആയിരിക്കും? ഒറ്റ ബൾബേ ഉള്ളൂ. ഞാൻ 230 വോൾട്ട് AC കൊടുത്തു. അതിനെന്ത് ചെയ്തു, അതിൻ്റെ പ്രകാശം 40 വാട്ടിന് എത്ര പ്രകാശം തരാൻ സാധിക്കൂ, അത്രയും പ്രകാശത്തിൽ അതെന്ത് ചെയ്യും, അത് അത്രയും ബ്രൈറ്റ്നസ്സിൽ അത് പ്രകാശിക്കും. ശരിയല്ലേ? ഇനി ഞാൻ ഈ സീരീസ് കണക്ഷനിൽ 2 40 വാട്ട് ബൾബ് യൂസ് ചെയ്യുകയാണ്. അതിൻ്റെ പ്രകാശത്തിന് എന്ത് സംഭവിക്കും? നമ്മുടെ 4 പോയിൻറ്റ്സ് പഠിച്ചതിൽ ഒന്നാമത്തെ പോയിൻ്റ് എന്തായിരിക്കും സംഭവിക്കുക? അവിടെ പ്രകാശം കുറയുകയാണ് ചെയ്യുക അല്ലേ? അതിൻ്റെ കാര്യം എന്താ? അവിടെ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് 230 വോൾട്ടാണ്. ശ്രേണി രീതിയിലാകുമ്പോഴത്തേക്ക് ഓരോന്നിനും എന്ത് ചെയ്യും, വോൾട്ടേജ് അവിടെ ഡിവൈഡ് ചെയ്ത് പോവും. വോൾട്ടേജ് എന്ത് ചെയ്യും, കുറയും. ശരിയല്ലേ? വോൾട്ടേജ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, പ്രകാശം കുറയും. ഞാൻ 2-ലധികം ബൾബ് 3 ബൾബ് എടുക്കുകയാണെങ്കിൽ പ്രകാശം കുറച്ചുകൂടി കുറയും. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടാണ് വീടുകളിൽ നമ്മൾ ശ്രേണി രീതിയിൽ കണക്ഷൻ കൊടുക്കാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം, അവിടെ നമ്മൾ ബൾബൊക്കെ ഉപയോഗിക്കുമ്പോൾ ഓരോന്നിൻ്റെയും എന്ത് ചെയ്യും, കിട്ടുന്ന വോൾട്ടേജ് എന്ത് ചെയ്യും, കുറവുണ്ടാവും. പണ്ട് കാലത്തൊക്കെ വീട്ടിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് ചില സമയങ്ങളിൽ കുറവായിരുന്നു. അങ്ങനെ കുറവാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ചില ഉപകരണങ്ങളൊന്നും പ്രവർത്തിക്കാൻ കഴിയാതെ വരും. ബൾബിന് പ്രകാശം കുറവായിരിക്കും. നമ്മുടെ വീട്ടിൽ അച്ഛനോടും അമ്മയോടും ചോദിച്ച് നോക്കിയാൽ നമുക്കറിയാം അല്ലേ, വോൾട്ടേജ് എന്ത് ചെയ്യും, കുറയുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞ പോലെ ബൾബിൻ്റെ പ്രകാശം കുറയും. ചില ഉപകരണങ്ങൾ എന്ത് ചെയ്യില്ല, പ്രവർത്തിപ്പിക്കാൻ പോലും കഴിയില്ല അല്ലേ? അപ്പോൾ ഈ ഒരു ഡ്രോബാക്ക് കൊണ്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, നമ്മൾ സീരീസ് കണക്ഷൻ വീട്ടിൽ ഉപയോഗിക്കാത്തത്. സീരീസ് കണക്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് എന്ത് ചെയ്യും, വോൾട്ടേജ് എന്ത് ചെയ്യും, കുറവായിരിക്കും. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഓരോ ഡിവൈസിനെയും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പോലെ ഓരോ സ്വിച്ച് ഉപയോഗിച്ച് വേർതിരിക്കാൻ പറ്റില്ല സീരീസ് കണക്ഷൻ ആണെങ്കിൽ. സീരീസ് കണക്ഷനിൽ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഒറ്റ സ്വിച്ച് ഉപയോഗിക്കാൻ പറ്റും. ആ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എല്ലാം എന്ത് ചെയ്യും, എല്ലാത്തിനും വോൾട്ടേജ് കിട്ടും. അതെന്ത് ചെയ്യും, സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ വോൾട്ടേജ് എന്ത് ചെയ്യും, ഒന്നിനും കിട്ടില്ല. അങ്ങനെ ഒറ്റ സ്വിച്ച് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ ഡിവൈസിനെയും നമുക്ക് ഓരോ സ്വിച്ച് ഉപയോഗിച്ച് വേർതിരിക്കാൻ പറ്റില്ല. ഇതൊക്കെ സീരീസ് കണക്ഷൻ്റെ ഡ്രോബാക്കാണ്. അപ്പോൾ കിട്ടുന്ന പ്രകാശം എന്ത് ചെയ്യും, നോർമലി കുറവായിരിക്കും. അതുപോലെ ഓരോ സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യില്ല, ഓരോ ഡിവൈസിനെ
വേർതിരിക്കാനായിട്ട് കഴിയുകയുമില്ല. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കി. ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് രണ്ടും 2 വാട്ടുകളാണ്, 2 പവറുള്ള ബൾബാണ്. ഒന്നിന് 40 വാട്ടും മറ്റേതിന് 60 വാട്ടുമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് ബൾബ് കൂടുതൽ പ്രകാശിക്കും എന്നാണ്. സാധാരണഗതിയിൽ വീട്ടിൽ നമ്മൾ 40 വാട്ടും 60 വാട്ടും ഉപയോഗിച്ചാൽ ഏതിനായിരിക്കും പ്രകാശം കൂടുതൽ? അതെ, 60 വാട്ടിനായിരിക്കണം പ്രകാശം കൂടുതൽ 40 വാട്ടിനെ അപേക്ഷിച്ച്. ശരിയല്ലേ? കാര്യം പവർ കൂടുതലാണ്. അതെങ്ങനെയാണ് കൂടുതൽ പ്രകാശം തരിക? 60 വാട്ടിന് നോർമലി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറവാണ്. അതേസമയത്ത് 40 വാട്ടിന് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുതലാണ്. അങ്ങനെയാണ് ആ റെസിസ്റ്റൻസിലുള്ള വ്യത്യാസം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നമുക്ക് പ്രകാശം കൂടുതലും കുറവായിട്ട് അനുഭവപ്പെടുക. പവറിൽ എന്ത് ചെയ്യുക, ആ വ്യത്യാസം അനുഭവപ്പെടുക. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ്, 40 വാട്ട് ബൾബിന് അല്ലെങ്കിൽ പവർ കുറയുന്നതനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടും. ഓക്കെ, അപ്പോൾ പവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം റെസിസ്റ്റൻസിനെ എന്ത് ചെയ്യുകയാണ്, കൂട്ടുകയാണ് ചെയ്യുക. അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ പവറിൻ്റെ ഇക്വേഷൻ നോക്കാം. പവർ P = V²/R എന്നാണ്. ശരിയല്ലേ? അവിടെ റെസിസ്റ്റൻസ് അടിയിലാണ് വന്നേക്കുന്നത്. അവിടെ നമുക്കറിയാം റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ചിട്ട് പവർ കുറയും, അല്ലേ? അപ്പോൾ പവർ കുറഞ്ഞ ബൾബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് കൂട്ടുകയാണ് ചെയ്യുക. ആ കൺസെപ്റ്റ് ക്ലിയർ ആണേ? അത് മനസ്സിലാക്കി തന്നെ പഠിക്കുക. പവർ കുറയുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, പവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് റെസിസ്റ്റൻസ് കൂട്ടുകയാണ് ചെയ്യുക നമ്മുടെ നോർമൽ ഇൻകാണ്ടസെൻ്റ് ബൾബിൽ. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഞാൻ 40 വാട്ടും 60 വാട്ടും സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ ഏത് കൂടുതൽ പ്രകാശിക്കുന്നതാണ്? നമുക്കറിയാം സീരീസ് കണക്ഷനിൽ 2 ബൾബ് വന്നു കഴിഞ്ഞാൽ നോർമലി അതിൻ്റെ പ്രകാശം എന്ത് ചെയ്യും, രണ്ടിൻ്റെയും കുറയും, അല്ലേ? അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് തമ്മിൽ ഭേദം തൊമ്മൻ ആരാണെന്നാണ്, അല്ലേ? ഇതിനകത്ത് രണ്ടിൻ്റെയും പ്രകാശം കുറയും, പക്ഷേ കൂടുതൽ പ്രകാശം തരുന്നത് ആരായിരിക്കും? മറ്റേതിനെ അപേക്ഷിച്ച് ഏതിനായിരിക്കും പ്രകാശം കൂടുതൽ? അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓംസ് ലോയും കൂടി നോക്കാം. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇവിടെ 40 വാട്ടായിരിക്കും എന്ത് ചെയ്യുക, കൂടുതൽ പ്രകാശം തരിക. അതിന് കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ 40 വാട്ടിന് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുതലാണ്. ശരിയല്ലേ? ഇവിടെ നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് ഒന്ന് ആലോചിക്കുക. ഈ കേസിൽ ശ്രേണി രീതിയിലാണെങ്കിൽ കറണ്ട് എല്ലായിടത്തും സെയിം ആണ്, അല്ലേ? അതുപോലെ വോൾട്ടേജ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വോൾട്ടേജ് മാത്രം എന്ത് ചെയ്യും, വ്യത്യാസം വരും. അങ്ങനെയെങ്കിൽ V = IR എന്നാണ്. റെസിസ്റ്റൻസ് കൂടുതൽ ആർക്കാണ്? ഈ പറഞ്ഞ 40 വാട്ടിനാണ്. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുമ്പോഴത്തേക്ക് ഈ കേസിൽ എന്ത് ചെയ്യും, വോൾട്ടേജ് കൂടുതലായിരിക്കും. അപ്പോൾ വോൾട്ടേജ് കൂടിയ ബൾബ്, ഏത് ബൾബിനാണ് കൂടുതൽ വോൾട്ടേജ് കിട്ടുക? ഇപ്പോൾ ഈ കേസിൽ വോൾട്ടേജ് വ്യത്യാസമാണ്. കൂടുതൽ വോൾട്ടേജ് ആർക്ക് കിട്ടും? 40 വാട്ട് ബൾബിന് കിട്ടും. അപ്പോൾ കൂടുതൽ വോൾട്ടേജ് കിട്ടുന്ന കാരണം 40 വാട്ട് ബൾബ് എന്ത് ചെയ്യും, കൂടുതൽ എന്ത് ചെയ്യും, പ്രകാശിക്കും. 60 വാട്ടിൻ്റെ കാര്യം നോക്കി, അതിന് റെസിസ്റ്റൻസ് കുറവാണ്. V = IR എന്നുള്ള ഇക്വേഷൻ അനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് കുറയുമ്പോഴത്തേക്ക് ഇവിടെ ആ കറണ്ട് സെയിം ആണ്, റെസിസ്റ്റൻസ് കുറഞ്ഞു, നോർമലി എന്ത് ചെയ്യും, വോൾട്ടേജ് കുറയും. 60 വാട്ടിന് പ്രകാശം കുറവായിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഇതൊന്നുകൂടി കേട്ടു വെക്കുക, ഇത് മനസ്സിലാക്കി തന്നെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ കഴിഞ്ഞ ലെസണിൽ നമ്മൾ പഠിച്ചത് റെസിസ്റ്ററിനെ സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്യുമ്പോഴുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ വീട്ടിൽ എന്തുകൊണ്ട് നമ്മൾ പാരലൽ കണക്ഷൻ അല്ലെങ്കിൽ സമാന്തര രീതി ഉപയോഗിക്കുന്നു, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ശ്രേണി രീതി ഉപയോഗിക്കുകയാണെങ്കിൽ അതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്. ഇത്രയാണ് നമ്മൾ ആ പ്രോബ്ലത്തിലൂടെ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് പറയേണ്ടത് നമ്മുടെ ഹീറ്റിംഗ് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ചില ഡിവൈസുകളെ പറ്റിയാണ്. ഒന്നാമത്തത് നമ്മുടെ ഹീറ്റിംഗ് കോയിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നിക്രോമാണ്, അല്ലേ? എന്തുകൊണ്ട് നമ്മൾ നിക്രോം വയർ തന്നെ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നു? നിക്രോം എന്ന് പറയുന്നത് ഒരു അലോയിയാണ്. നിക്കലിൻ്റെയും ക്രോമിയത്തിൻ്റെയും അയണിൻ്റെയും കൂടിയുള്ള അലോയിയാണ് എന്ന് പറയുക, നിക്രോം എന്ന് പറയുക, അല്ലേ? ലോഹസങ്കരമാണ്. ഏതിൻ്റെയൊക്കെ? നിക്രോം ആ പേരിൽ തന്നെയുണ്ട്. നിക്കല്, ക്രോമിയം, അയൺ, ഇത് മൂന്നിൻ്റെയും കൂടെ സങ്കരമാണ് എന്ന് പറയുന്നത് നിക്രോം എന്ന് പറയുന്നത്.
ഇനി അതുപോലെ സേഫ്റ്റി ഫ്യൂസായിട്ട് എന്തുകൊണ്ട് ടിന്നും ലെഡ് യൂസ് ചെയ്യുന്നു? ടിന്നിൻ്റെയും ലെഡിൻ്റെയും സങ്കരം അല്ലെങ്കിൽ ലോഹസങ്കരം തന്നെ യൂസ് ചെയ്യുന്നു. അതുപോലെ ഇൻകാണ്ടസെൻ്റ് ബൾബിൽ എന്തുകൊണ്ട് ഫിലമെൻ്റായിട്ട് ടങ്സ്റ്റൺ യൂസ് ചെയ്യുന്നു? ഈ 3 കാര്യങ്ങളാണ് നമുക്കിനി പഠിക്കേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹീറ്റിംഗ് കോയിലായിട്ട് എന്തുകൊണ്ട് നിക്രോം യൂസ് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു നിക്രോം എന്ന് പറയുന്നത് ഒരു ലോഹസങ്കരമാണ് അല്ലേ? ഏതിൻ്റെയൊക്കെ സങ്കരമാണ്? ഒന്നാമത്തെ നിക്കൽ, ക്രോമിയം, അയൺ, ഈ 3ൻ്റെയും കൂടെ സങ്കരമാണ് നിക്രോം എന്ന് പറയുക. അപ്പോൾ എന്തുകൊണ്ട് ഹീറ്റിംഗ് കോയിലായിട്ട് അത് ഉപയോഗിക്കുന്നു? നമ്മുടെ ഹീറ്ററിൻ്റെയൊക്കെ ഉപയോഗം എന്താണ്? നമുക്ക് ഹീറ്റ് തരിക എന്നുള്ളതാണ് അല്ലേ? ഹീറ്റ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? റെസിസ്റ്റൻസ് കൂടിയ ഉപകരണങ്ങൾ ഉപയോഗിക്കണം. ശരിയാണല്ലോ. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും നിക്രോമിന് റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്, പ്രതിരോധം കൂടുതലാണ്. അപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻ അനുസരിച്ചിട്ട് R=ρ×L/A അത് വെച്ചിട്ട് റെസിസ്റ്റൻസ് കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി എന്താണ്? കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഗുണമായിട്ട് പറയാൻ സാധിക്കുന്നത് നമ്മുടെ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്ന നിക്രോമിന് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഏതാ? ഹൈ റെസിസ്റ്റിവിറ്റി. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഹീറ്റിംഗ് കോയിൽ ഉപയോഗിക്കുകയാണ്, അത് നല്ല ചൂടായി കഴിയുമ്പോൾ അത് ഉരുകിപ്പോയാലോ? അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. അപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് കൂടിയ വസ്തുക്കളായിരിക്കണം, അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് കൂടിയ കണ്ടക്ടർ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റായിട്ട് പറയാൻ പറ്റുന്നത് അതിന് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കൂടുതലാണ്, ദ്രവണാങ്കം കൂടുതലാണ്. ശരിയാണോ? പിന്നെ മൂന്നാമത്തെ പോയിന്റായിട്ട് പറയാൻ സാധിക്കുന്നത് എബിലിറ്റി ടു റിമൈൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. എന്താ അവിടെ പറഞ്ഞേക്കുന്നത്? ഇപ്പോൾ ഞാൻ അത് എന്ത് ചെയ്തു? നിക്രോം എന്ത് ചെയ്തു? ചുട്ടുപഴുത്ത് എന്ത് ചെയ്തു? നല്ലപോലെ ചൂടായി. ഓക്കെ, ഏതൊരു വസ്തുവിനെയും ചൂടാക്കി കഴിഞ്ഞാൽ ഉള്ള അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്ത് ചെയ്യും? അതിന് ഓക്സീകരണം സംഭവിച്ച് ആ മെറ്റൽ നശിച്ചു പോകും. അങ്ങനെ നശിച്ചു പോകാതെ ഒരുപാട് സമയം നിൽക്കാനുള്ള ഒരു കഴിവും കൂടി ആർക്കുണ്ട്? ഈ പറഞ്ഞ നിക്രോമിനുണ്ട്. അപ്പോൾ ഈ 3 ഗുണങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? നിക്രോമിനെ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഹൈ റെസിസ്റ്റിവിറ്റി കൂടുതലാണ്. രണ്ടാമത്തെ പോയിന്റ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ദ്രവണാങ്കം കൂടുതലാണ്. മൂന്നാമത്തെ പോയിന്റ് എബിലിറ്റി ടു റിമൈൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. ഓക്സീകരണം സംഭവിക്കാതെ കൂടുതൽ സമയം എന്ത് ചെയ്യും? ചുട്ടുപഴുത്ത് നിൽക്കാനുള്ള കഴിവ്. ശരിയാണല്ലോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് പോവാം. രണ്ടാമത്തെ പോയിന്റായിട്ട് നമ്മൾ ചോദിച്ചേക്കുന്നത്, അല്ല രണ്ടാമത്തെ ക്വസ്റ്റിനായിട്ട് ചോദിച്ചേക്കുന്നത്, എന്തുകൊണ്ട് ഇൻകാണ്ടസെന്റ് ബൾബിൽ ഫിലമെൻ്റായിട്ട് ടങ്സ്റ്റൺ യൂസ് ചെയ്യുന്നു? ഇൻകാണ്ടസെന്റ് ബൾബ് എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചേക്കുന്ന സാധാ ബൾബ്, അതിലൊരു ഫിലമെൻ്റ് ഉണ്ടാവും അല്ലേ? ആ ഫിലമെൻ്റ് നശിച്ചു പോവുകയാണെങ്കിൽ ആ ബൾബ് എന്ത് ചെയ്യില്ല? വർക്ക് ചെയ്യില്ല. അവിടെ നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്, ഫിലമെൻ്റായിട്ട് ഉപയോഗിച്ചേക്കുന്നത് ടങ്സ്റ്റൺ ആണ്. അപ്പോൾ എന്താണ് ടങ്സ്റ്റൻ്റെ പ്രത്യേകത? അവിടെയും നമുക്ക് പറയാൻ സാധിക്കുന്നത് അത് വർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ ടങ്സ്റ്റന് റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ റെസിസ്റ്റൻസ് ആയത് കാരണം ഇതെന്ത് ചെയ്യും? കൂടുതൽ താപം ഉണ്ടാക്കും. ഇങ്ങനെ ഇതിൻ്റെ താപം കൂടുമ്പോഴത്തേക്ക് ഇതെന്ത് ചെയ്യും? കുറേ കഴിയുമ്പോൾ ആ ചുട്ട് പഴുത്ത് എന്ത് ചെയ്യും? നല്ല വെളുത്ത അവസ്ഥയിൽ എന്ത് ചെയ്യും? അത് പിന്നെ പ്രകാശം തരാൻ തുടങ്ങും. അതാണ് ടങ്സ്റ്റൻ്റെ പ്രത്യേകത. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ പോയിന്റായിട്ട് എനിക്ക് എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ കാര്യം തന്നെ പറയാം. അതിന് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പോൾ ടങ്സ്റ്റൺ ഉപയോഗിക്കാനുള്ള ഒന്നാമത്തെ കാരണം എന്താണ്? ഹൈ റെസിസ്റ്റിവിറ്റി. ഇനി രണ്ടാമത്തെ പോയിന്റ്, നമ്മളിത് ചൂടായി അല്ലേ? ഈ ഫിലമെൻറ്റ് ചൂടാകുമ്പോഴത്തേക്ക് അത് ഉരുകിപ്പോയാൽ എന്ത് സംഭവിക്കും? അത് ഉരുകിപ്പോകാൻ പാടില്ല അല്ലേ? അപ്പോൾ രണ്ടാമത്തെ പോയിന്റായിട്ട് പറയാൻ പറ്റുന്നത് സെയിം പോയിന്റ് തന്നെയാണ്. അതിന് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കൂടുതലാണ്. ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ദ്രവണാങ്കം കൂടുതലാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് ഹൈ ഡക്റ്റിലിറ്റി. എന്താണ് ഡക്റ്റിലിറ്റി? ഒരു മെറ്റലിനെ എനിക്ക് വലിച്ചു നീട്ടാനുള്ള കഴിവിനെയാണ് എന്ത് വിളിക്കുക? ഡക്റ്റിലിറ്റി എന്ന് വിളിക്കുക. നേർത്ത കമ്പിയായിട്ട് എനിക്ക് എന്ത് ചെയ്യാം? നല്ലപോലെ തന്നെ വലിച്ചു നീട്ടാൻ പറ്റണം. നമ്മുടെ ഗോൾഡിന് ഡക്റ്റിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഗോൾഡ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ ആഭരണങ്ങൾ നിർമ്മിക്കാൻ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം അല്ലേ? എനിക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം? അതിനെ വലിച്ചു നീട്ടാൻ പറ്റും. ശരിയാണല്ലോ. അതുപോലെ ടങ്സ്റ്റണും ഡക്റ്റിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഡക്റ്റിലിറ്റി കൂടുതലായതുകൊണ്ടുള്ള ഗുണം എന്താ ടങ്സ്റ്റണിൽ? നമുക്കറിയാം R=ρ×L/A എന്നുള്ള ഇക്വേഷൻ അനുസരിച്ചിട്ട് ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് എനിക്ക് കൂട്ടാൻ പറ്റും. നമ്മുടെ
ഈ ബൾബിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം റെസിസ്റ്റൻസ് കൂട്ടുക. റെസിസ്റ്റൻസ് കൂട്ടുമ്പോഴത്തേക്കാണ് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ അത് പ്രകാശം തരുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ചിട്ട് പവറിൽ വ്യത്യാസം വരുന്നും നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ എനിക്ക് റെസിസ്റ്റൻസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. അതിനുള്ളൊരു മാർഗ്ഗം അതിൻ്റെ ലെങ്ത് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ലെങ്ത് കൂട്ടാൻ വേണ്ടിയുള്ളൊരു മാർഗ്ഗം എന്ത് ചെയ്യുകയാണ്, അതിന് ഡക്റ്റിലിറ്റി കൂടുതലുള്ള മെറ്റൽ അല്ലെങ്കിൽ കണ്ടക്ടർ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. ആ ഫിലമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അതിനെ നമ്മൾ വലിച്ച് നീട്ടിയിട്ട് ഇങ്ങനെ ചുരുട്ടി 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 സ്പ്രിങ് പോലെ വെച്ചേക്കുകയാണ് അല്ലേ. അപ്പോൾ അതിനെ ചുരുട്ടിയോണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് അത്ര ഏരിയ കുറച്ചു, അത്രയും നീളത്തിലുള്ള ഫിലമെൻറ്റ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റി. ശരിയാണല്ലോ. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും അതിന് ഡക്റ്റിലിറ്റി കൂടുതലാണ് ഏതിന്, ടങ്സ്റ്റണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഫിലമെൻ്റായിട്ട് ടങ്സ്റ്റൺ ഉപയോഗിക്കാനുള്ള ഒരു കാരണം. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഇതിന് ഈ ടങ്സ്റ്റൺ എന്ത് ചെയ്യും, ചുട്ടുപഴുത്തിട്ട് നല്ല വെളുത്ത പ്രകാശം എന്ത് ചെയ്യും, ചുട്ടുപഴുത്ത് കൂടുതൽ സമയം നിന്നിട്ട് എന്ത് ചെയ്യും, പ്രകാശം തരാനുള്ള കഴിവ് ടങ്സ്റ്റണിനുണ്ട്. ശരിയല്ലേ. അതാണ് നമുക്ക് നാലാമത്തെ പോയിൻ്റായിട്ട് പറയാൻ സാധിക്കുക. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്തായിരുന്നു, ടങ്സ്റ്റൺ ഫിലമെൻറ്റിന് ഹൈ റെസിസ്റ്റിവിറ്റിയാണ് അല്ലേ. രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയാൻ സാധിച്ചത് അതിനെന്താണ്, പിന്നെ മെൽറ്റിംഗ് പോയിൻ്റ് കൂടുതലാണ്. ശരിയാണോ. പിന്നീട് നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ്. പിന്നീട് നാലാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ പറഞ്ഞത് എന്ത് ചെയ്യും, ചുട്ടുപഴുത്ത് ഇതിന് പ്രകാശം തരാനുള്ള ഇതിൻ്റെ കഴിവ്. അങ്ങനെ ഈ നാല് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടങ്സ്റ്റനെ നമ്മൾ ഫിലമെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സേഫ്റ്റി ഫ്യൂസാണ്. എന്തുകൊണ്ട് സേഫ്റ്റി ഫ്യൂസായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ടിന്നിൻ്റെയും ലെഡിൻ്റെയും സങ്കരം യൂസ് ചെയ്യുന്നു. ടിന്നിൻ്റെയും ലെഡിൻ്റെയും കൂടിയുള്ള ലോഹസങ്കരമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ സേഫ്റ്റി ഫ്യൂസായിട്ട് ഉപയോഗിക്കുക. എന്താണ് സേഫ്റ്റി ഫ്യൂസിൻ്റെ ഗുണം, ആ പേരിൽ തന്നെയുണ്ട്, നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫ്യൂസ്. ശരിയല്ലേ. അതെങ്ങനെയാണ് നമുക്ക് സേഫ്റ്റി തരിക, നമ്മുടെ വീട്ടിൽ എക്സസ് ആയിട്ട് കറണ്ട് വരുന്നു വയ്ക്കുക. എങ്ങനെ എക്സസ് ആയിട്ട് കറണ്ട് വരും, കറണ്ട് വരാനുള്ള രണ്ട് ചാൻസ്, ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുക അല്ലെങ്കിൽ ഓവർലോഡിങ് സംഭവിക്കുക. അതെന്താണെന്ന് പറയാം. ഇങ്ങനെ ഷോർട്ട് സർക്യൂട്ടോ ഓവർലോഡിങ്ങോ വരുമ്പോൾ വീട്ടിലേക്ക് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യത്തിലധികം കറണ്ട് എന്ത് ചെയ്യും, നമ്മുടെ വീട്ടിലേക്ക് വരും. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. വീട്ടിൽ ഒരുപക്ഷെ ഫ്രിഡ്ജ് ഉണ്ടാവാം, വാഷിംഗ് മെഷീൻ ഉണ്ടാവാം, TV ഉണ്ടാവാം അല്ലേ. ഇതിനൊക്കെ വില വളരെ കൂടുതലാണ്. ഇതെന്ത് ചെയ്യും, കൂടുതൽ കറണ്ട് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ എന്ത് ചെയ്യും, നശിച്ചു പോകും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് എന്ത്, സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസായിട്ട് ടിന്നിൻ്റെയും ലെഡിൻ്റെയും കൂടി അലോയിയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതെന്ന് പറയുന്നത് ഇതിന് കനം വളരെ കുറവാണ്. എക്സസ് ആയിട്ട് കറണ്ട് വീട്ടിൽ വരികയാണെങ്കിൽ നമ്മുടെ ജൂൾ നിയമം അനുസരിച്ച് H=I²RT, അവിടെ ഹീറ്റ് ഉണ്ടാവും. കൂടുതൽ കറണ്ട് വന്നു കഴിഞ്ഞാൽ ഹീറ്റ് എന്ത് ചെയ്യും, കൂടും. അപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ കറണ്ട് ഈ സേഫ്റ്റി ഫ്യൂസിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് കൂടും. ആ ഹീറ്റ് കൂടുമ്പോൾ ഈ സേഫ്റ്റി ഫ്യൂസ് ഉരുകിപ്പോയിട്ട് വീട്ടിലേക്കുള്ള കറണ്ടിനെ എന്ത് ചെയ്യും, ഒരു സ്വിച്ച് ഓഫ് ആക്കിയതുപോലെ അതിനെ എന്ത് ചെയ്യും, കറണ്ട് വിച്ഛേദിക്കുകയാണ് ചെയ്യുക. വീട്ടിലേക്ക് നമുക്ക് കറണ്ട് കിട്ടില്ല. ഓക്കെ, അതുവഴി നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ ഫ്യൂസ് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കനം കൂടിയ ചെമ്പ് കമ്പി ഉപയോഗിച്ച് കെട്ടിവെക്കാറുണ്ട്. അത് ശരിയായ രീതിയാണോ? അല്ല. അങ്ങനെ കനം കൂടിയ ചെമ്പ് കമ്പി ഉപയോഗിക്കുകയാണെങ്കിൽ എക്സസ് ആയിട്ട് കറണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് കറക്റ്റായിട്ട് വീട്ടിൽ തന്നെ കയറും. വീട്ടിലുള്ള ബാക്കിയുള്ള ഡിവൈസിലെല്ലാം എന്ത് ചെയ്യും, കൂടുതൽ കറണ്ട് വരും. അതൊക്കെ നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സേഫ്റ്റി ഫ്യൂസായിട്ട് ടിന്നിൻ്റെയോ ലെഡിൻ്റെയോ അലോയി തന്നെ യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സേഫ്റ്റി ഫ്യൂസിന് പകരം ബ്രേക്കറൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഇനി നേരത്തെ പറഞ്ഞ രണ്ട് പോയിന്റ്, എന്താണ് ഓവർലോഡിങ്, എന്താണ് ഷോർട്ട് സർക്യൂട്ട്. എന്താണ് ഓവർലോഡിങ്, നമ്മളിപ്പോൾ ഒരു പോയിന്റിൽ നിന്ന്, നമ്മൾ ഒരു സോക്കറ്റിൽ നിന്ന് നമ്മൾ മൾട്ടിപ്പിന്നൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്നിൽ കൂടുതൽ ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ വോൾട്ടേജ് വേണ്ടുന്ന ഡിവൈസ് നമ്മൾ ഒന്നിൽ കൂടുതൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടതിലധികം വോൾട്ടേജ് നമ്മൾ ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഉപയോഗിക്കുമ്പോഴും എന്ത് ചെയ്യാറുണ്ട്, കൂടുതൽ കറണ്ട് വീട്ടിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. അതിനെയാണ് ഓവർലോഡിംഗ് എന്ന് പറയുക. ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കേണ്ടതിലധികം കൂടുതൽ കറണ്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് ഓവർലോഡിംഗ് എന്ന് വിളിക്കുക. ഇനി എന്താണ് ഷോർട്ട് സർക്യൂട്ട്?
ആ വാക്കിനകത്ത് തന്നെയുണ്ട്. നമുക്കിപ്പോൾ വീട്ടിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫേസ് വയർ വേണം, ഒരു ന്യൂട്രൽ വയർ വേണം അല്ലേ. ഈ ഫേസും ന്യൂട്രലൂടെ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഡിവൈസിന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കാൻ സാധിക്കുക, പൊട്ടൻഷ്യൽ വ്യത്യാസം കൊടുക്കാൻ സാധിക്കുക. എന്തെങ്കിലും കാരണം കൊണ്ട് ഈ പറഞ്ഞ പോലെ ഫേസും തമ്മിൽ ടച്ച് ആയി കഴിയുന്നത് സംഭവിക്കും. രണ്ട് ഫേസ് വയറുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 400 വോൾട്ടാണ്. അങ്ങനെയെങ്കിൽ എക്സസ് കറണ്ട് എന്ത് ചെയ്യും, വീട്ടിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഷോർട്ട് സർക്യൂട്ട് എന്ന് വിളിക്കുക. അപ്പോൾ ഇത്രയും വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. നമ്മൾ 3 ക്വസ്റ്റ്യനാണ് പറഞ്ഞത്. ഒന്നാമത്തത് നമ്മൾ എന്തുകൊണ്ട് ഹീറ്റിംഗ് കോയിലായിട്ട് നിക്രോം യൂസ് ചെയ്യുന്നു. 2, എന്തുകൊണ്ട് ഇൻകാണ്ടസെൻ്റ് ബൾബിൽ ഫിലമെൻ്റായിട്ട് ടങ്സ്റ്റൺ യൂസ് ചെയ്യുന്നു. 3, സേഫ്റ്റി ഫ്യൂസിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്. എന്തുകൊണ്ട് അവിടെ ടിന്നിൻ്റെയും ലെഡിൻ്റെയും അലോയ് യൂസ് ചെയ്യുന്നു. അത് ഉപയോഗിക്കേണ്ട കാര്യം എന്താ, ടിന്നിൻ്റെയും ലെഡിൻ്റെ അലോയ്ക്ക് ദ്രവണാങ്കം കുറവാണ്, മെൽറ്റിംഗ് പോയിൻറ്റ് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ടിന്നിൻ്റെയും ലെഡിൻ്റെയും അലോയ് തന്നെ ഫ്യൂസ് വയറായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിസിറ്റിയുടെ ലൈറ്റിംഗ് എഫക്റ്റിനെ പറ്റി അല്ലെങ്കിൽ പ്രകാശഫലത്തെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് ഇൻകാണ്ടസെൻ്റ് ബൾബിനെ പറ്റി പഠിക്കണം, അതുപോലെ ഡിസ്ചാർജ് ലാമ്പിനെ പറ്റി പഠിക്കണം, പിന്നെ LED പറ്റി പഠിക്കണം. എന്താണ് നമ്മുടെ ഈ പോർഷൻ്റെ പ്രാധാന്യം? നമുക്കറിയാം, വൈദ്യുത ബൾബിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഇലക്ട്രിക് ബൾബിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് തോമസ് ആൽവ എഡിസൺ ആണ്. പക്ഷേ ആദ്യമായിട്ടൊരു ബൾബ് കണ്ടെത്തിയത് ഹംഫ്രി ഡേവിയാണ്. ആദ്യമായിട്ട് ആർക്ക് ലാമ്പ് കണ്ടെത്തിയത് അദ്ദേഹമാണ്. അതിനുശേഷമാണ് എഡിസൺ ഒരു ബൾബ് കണ്ടെത്തുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് തോമസ് ആൽവ എഡിസനെ നമ്മൾ വൈദ്യുത ബൾബിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്? അതിൻ്റെ കാരണം ആർക്ക് ലാമ്പ് ഡേവി കണ്ടെത്തിയ സമയത്ത് അതിന് എഫിഷ്യൻസി വളരെ കുറവായിരുന്നു. എഫിഷ്യൻസി മീൻസ് അതിൻ്റെ ലൈഫ് വളരെ കുറവായിരുന്നു. അത് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും, അത് നശിച്ചു പോകും. വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു ആർക്ക് ലാമ്പ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളായിരുന്നു. പിന്നീട് എഡിസൺ ഒരു ഫിലമെൻ്റ് ലാമ്പ് കണ്ടെത്തിയപ്പോൾ അതിന് ആയുസ് വളരെ കൂടുതലായിരുന്നു. അങ്ങനെ ആദ്യമായിട്ടൊരു ഫിലമെൻ്റ് ലാമ്പ് കണ്ടെത്തുന്നത് ആരാണ്? തോമസ് ആൽവ എഡിസൺ ആണ്. ഇദ്ദേഹത്തിൻ്റെ ബൾബിന് ഡേവിയുടെ ബൾബിനെ അപേക്ഷിച്ച് ദീർഘകാലം ആയുസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഡിസനെ നമ്മൾ വൈദ്യുത ബൾബിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചതുപോലെ ആദ്യമായിട്ടൊരു ഫിലമെൻ്റ് ലാമ്പ് കണ്ടെത്തുന്നത് ആരാണ്? എഡിസൺ ആണ്. ഈ ഫിലമെൻ്റ് ലാമ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇൻകാണ്ടസെൻ്റ് ലാമ്പ് എന്ന് വിളിക്കുക. അപ്പോൾ ഇൻകാണ്ടസെൻ്റ് ലാമ്പിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് പറയാൻ പറ്റുന്നത് അതിലെന്തുണ്ടാവും, ഒരു ഫിലമെൻ്റ് ഉണ്ടാവും. ആദ്യത്തെ ഫിലമെൻ്റ് ലാമ്പിന് അല്ലെങ്കിൽ ഇൻകാണ്ടസെൻ്റ് ലാമ്പിൽ നമ്മൾ ഫിലമെൻ്റായിട്ട് ഉപയോഗിച്ചിരുന്നത് കാർബൺ ആയിരുന്നു. പക്ഷേ അത് കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ പ്രതലമൊക്കെ, ഗ്ലാസിൻ്റെ പ്രതലമൊക്കെ കരി പിടിച്ചിട്ട് പിന്നെ ലൈറ്റിനെ പുറത്തേക്ക് വിടില്ല. ഈ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിൽക്കാലത്ത് എന്ത് ചെയ്തു, നമ്മൾ ടങ്സ്റ്റൺ എന്ത് ചെയ്തു, ഫിലമെൻ്റായിട്ട് ഉപയോഗിച്ചു. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടങ്സ്റ്റൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്, എന്തുകൊണ്ട് ഫിലമെൻ്റായിട്ട് ടങ്സ്റ്റൺ ഉപയോഗിക്കുന്നു. അത് നമ്മൾ പറഞ്ഞതാണ്. ടങ്സ്റ്റൺ ഫിലമെൻറ്റിന് റെസിസ്റ്റിവിറ്റി കൂടുതലാണ്, മെൽറ്റിംഗ് പോയിൻറ്റ് കൂടുതലാണ്, ഡക്റ്റിലിറ്റി കൂടുതലാണ്, അതുപോലെ എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ ദ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ. ഇത്രയും 4 പോയിൻ്റായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചതാണ്. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്കറിയാം, ഫിലമെൻ്റ് ലാമ്പിൽ അല്ലെങ്കിൽ ഇൻകാണ്ടസെൻ്റ് ലാമ്പിൽ ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കുന്നത് ടങ്സ്റ്റൺ ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മുടെ ഇൻകാണ്ടസെൻ്റ് ലാമ്പിൽ അതിനുള്ളിൽ നമ്മൾ ഒന്നുകിൽ അതിനെ വായുശൂന്യമാക്കും അല്ലെങ്കിൽ വാക്കുമാക്കും. അതുമല്ലെങ്കിൽ ഇതിനകത്ത് ഇനർട്ട് ഗ്യാസസിനെ അല്ലെങ്കിൽ അലസവാതകങ്ങളെ നിറയ്ക്കും. അതുമല്ലെങ്കിൽ നൈട്രജൻ ഗ്യാസിനെ നിറയ്ക്കും. ഇതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഈ ഫിലമെൻ്റ് ലാമ്പിൻ്റെ ആയുസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുക. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് വായു ഉണ്ടെങ്കിൽ ഇത് നല്ല ചൂടിൽ, നല്ല ടെമ്പറേച്ചറിൽ ഓക്സിജനുമായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ടങ്സ്റ്റൺ റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബ്രേക്കായി പോകാൻ അല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനകത്തുള്ള വായുവിനെ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യും. അങ്ങനെ വാക്കുമാക്കി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, ഈ ഫിലമെൻ്റ് ലാമ്പ് എനിക്ക് എന്ത് ചെയ്യും, ഇൻകാണ്ടസെൻ്റ് ലാമ്പ് എനിക്ക് യൂസ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഒരു കണ്ടീഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇതിനുള്ളിൽ ഇനർട്ട് ഗ്യാസസിനെ നിറയ്ക്കാം.
ഇനർട്ട് ഗ്യാസ് ഉദ്ദേശിക്കുന്ന അലസവാതകങ്ങളാണ്. നമ്മുടെ പീരിയോഡിക് ടേബിളിലെ 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങളെയാണ് നമ്മൾ ഇനർട്ട് ഗ്യാസ് എന്ന് വിളിക്കുക. അതിനെ അലസവാതകങ്ങൾ തന്നെ വിളിക്കാൻ കാരണം അത് ഓൾറെഡി ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്, അല്ലെ, അഷ്ടകം പൂർത്തിയാണ്. അതിൻ്റെ ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യില്ല, കെമിക്കൽ റിയാക്ഷനിൽ അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിൽ പങ്കുചേരില്ല, അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്യാസിനെ നിറച്ചു കഴിഞ്ഞാലും ഇതിനെന്ത് ചെയ്യില്ല, നമ്മുടെ ഈ ടങ്സ്റ്റൺ ഫിലമെന്റിന് ഒരു പ്രശ്നവും സംഭവിക്കില്ല. കാര്യം ഇതെന്ത് ചെയ്യില്ല, റിയാക്ട് ചെയ്യില്ല. പക്ഷെ പിന്നീടുള്ള പ്രശ്നം, നമ്മുടെ ഈ 18ാം ഗ്രൂപ്പിലെ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ ഇതിൻ്റെയൊക്കെ ലഭ്യത വളരെ കുറവാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അതിനെക്കാട്ടി കുറച്ചുകൂടി നല്ലത് നമുക്ക് ഇതിനുള്ളിൽ എന്ത് ചെയ്യാം, നൈട്രജൻ ഗ്യാസസിനെ നിറയ്ക്കാം. എന്താണ് നൈട്രജൻ ഗ്യാസിൻ്റെ പ്രത്യേകത? നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ നൈട്രജൻ ഗ്യാസ് എന്ന് പറയുന്നത് ഇനർട്ട് ഗ്യാസിനെ പോലെ തന്നെയാണ്, അലസവാതകങ്ങളെ പോലെ തന്നെയാണ്. ഇതിനുള്ളിൽ വേറെ ഒന്നുമില്ല, നൈട്രജൻ മാത്രമേ ഉള്ളൂ. ഇത് സങ്കല്പിക്കുക, നൈട്രജൻ മാത്രമേ ഉള്ളെങ്കിൽ ഇത് തമ്മിൽ റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും വേണം. അത് നമ്മുടെ ഇതിനകത്തുള്ള ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ നൈട്രജനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ നൈട്രജൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, അലസവാതകത്തിനെ പോലെ തന്നെ പ്രവർത്തിച്ചോളും. അപ്പോൾ എന്ത് ചെയ്താലും മതി, നൈട്രജൻ ഉപയോഗിച്ചാലും മതി. നൈട്രജൻ നമുക്ക് ലഭ്യതയെന്ന് പറയുന്നത് കൂടുതലുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത്, നമ്മുടെ ഇതിൻ്റെ ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിനകത്ത് ഒന്നുകിൽ വാക്കുമാക്കും, അതല്ലെങ്കിൽ അലസവാതകങ്ങളെ നിറയ്ക്കും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യും, അതിനുള്ളിൽ നൈട്രജനെ നിറയ്ക്കുകയാണ് ചെയ്യുക. കാര്യം അതിന് ലഭ്യത എന്ന് പറയുന്നത് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇൻകാണ്ടസെന്റ് ബൾബുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കേണ്ട കാര്യം, ഇതിന് ഫിലമെൻ്റ് ഉണ്ട്. ഫിലമെൻ്റ് ലാമ്പിനെയാണ് ഇൻകാണ്ടസെന്റ് ലാമ്പ് എന്ന് വിളിക്കുക. പിന്നെ എന്തുകൊണ്ട് ടങ്സ്റ്റൺ ഫിലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇൻകാണ്ടസെന്റ് ലാമ്പിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്നിൽ വാക്കുമാക്കും, അല്ലെങ്കിൽ ഇനർട്ട് ഗ്യാസസ് ആണ്, അതല്ലെങ്കിൽ നൈട്രജനെ നിറയ്ക്കുന്നതിനുള്ള കാരണം എന്താണ്. ഇനി പറയേണ്ടത് ഇൻകാണ്ടസെന്റ് ബൾബ് കൊണ്ടുള്ള ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇൻകാണ്ടസെന്റ് ബൾബ് നമുക്കറിയാം ഫിലമെൻ്റ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബൾബാണ്. ഇതെന്ത് ചെയ്യും, ചുട്ട് പഴുത്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, പ്രകാശം തരിക. അങ്ങനെയെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ ഭൂരിഭാഗവും അത് ചിലവാക്കുന്നത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻകാണ്ടസെന്റ് ബൾബിലെ ഫിലമെൻ്റ് ലാമ്പ് കൊണ്ട് നമുക്ക് വേണ്ടത് ലൈറ്റ് എനർജിയാണ്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ ഭൂരിഭാഗവും അതെന്ത് ചെയ്യും, ഹീറ്റായിട്ട് വേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതുപോലെ ഇലക്ട്രിക്കൽ എനർജിയുടെ കൺസംഷൻ എന്ന് പറയുന്നത് അവിടെ വളരെ കൂടുതലാണ്, അല്ലേ. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ദോഷമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ ഒരു പ്രശ്നം തന്നെയാണ്. പിന്നീട് അടുത്തൊരു കാര്യം, നമ്മുടെ ഇൻകാണ്ടസെന്റ് ബൾബിന് നിഴൽ മൂലമുള്ള അസൗകര്യം എന്ന് പറയുന്നത് കൂടുതലായിട്ട് എന്ത് ചെയ്യും, ഷാഡോ ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാരണം നമ്മുടെ ശാസ്ത്രം എന്ത് ചെയ്തു, ഇതിനെ മാറി ചിന്തിക്കാൻ തുടങ്ങി. പിന്നീട് ഡിസ്ചാർജ് ലാമ്പിലേക്ക് എന്ത് ചെയ്താൽ ഡിസ്ചാർജ് ലാമ്പ് കണ്ടെത്തുന്നതിന് ഇത് കാരണമായി. എന്താണ് ഡിസ്ചാർജ് ലാമ്പ്? ആ പേരിനകത്ത് തന്നെയുണ്ട്. ഡിസ്ചാർജ്, ചാർജിനെ എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യുന്നത് കാരണം പ്രകാശം തരികയാണെങ്കിൽ അത്തരം ലാമ്പിനെയാണ് എന്ത് വിളിക്കുക, ഡിസ്ചാർജ് ലാമ്പ് എന്ന് വിളിക്കുക. ഒരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമ്മുടെ ലൈറ്റ്നിങ്, അല്ലേ, ലൈറ്റ്നിങ് അല്ലെങ്കിൽ ഇടിമിന്നൽ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ആണ്. ചാർജുകൾ തമ്മിൽ എന്ത് ചെയ്യും, കൂട്ടിമുട്ടിയിട്ട് അവിടെ ഉണ്ടാകുന്ന ചാർജിനെ ഡിസ്ചാർജ് ചെയ്യുമ്പോഴത്തേക്കാണ് അവിടെ ലൈറ്റ് ഉണ്ടാവുക. ലൈറ്റ്നിങ്ങിൻ്റെ കാര്യത്തിൽ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഡിസ്ചാർജ് ലാമ്പിൻ്റെയും കാര്യം. ഇതിൻ്റെ പ്രത്യേകത, നമ്മുടെ ഇൻകാണ്ടസെന്റ് ബൾബിൽ ഉള്ളതുപോലെ ഫിലമെൻ്റ് ഇല്ല എന്തിന്, ഡിസ്ചാർജ് ലാമ്പിന്. ഇപ്പോൾ ഡിസ്ചാർജ് ലാമ്പ് എന്ന് പറയുന്നത് ഫിലമെൻ്റ് ഇല്ലാത്ത ലാമ്പാണ്. ഇവിടെയുള്ളത് 2 ഇലക്ട്രോഡാണ്. ആ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ജാറിനുള്ളിലായിരിക്കും, ഒരു ഗ്ലാസ്സിനുള്ളിലായിരിക്കും. ആ ഗ്ലാസ്സിനുള്ളിൽ നമ്മൾ ഏതെങ്കിലും വാതകങ്ങളെ നമ്മൾ നിറച്ചിരിക്കും. ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്ന സമയത്ത് ഈ ഇലക്ട്രോഡ് പെട്ടെന്ന് ചൂടാവും. ഇത് ചൂടായിട്ട് ഇതിനകത്തുള്ള ഗ്യാസസിനെ ഇത് അയോണീകരിക്കും, അല്ലെങ്കിൽ അയണൈസ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും, ചാർജ് കൊടുക്കും. എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആറ്റംസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും, പുറത്ത് വിടും. അപ്പോൾ അതിന് ചാർജ് കിട്ടും. പിന്നീട് ഈ ചാർജുള്ള അയോൺസും അല്ലെങ്കിൽ ഈ അയോൺസും ഇലക്ട്രോൺസും കൂടെ ചെന്നിട്ട് ചാർജ് ഇല്ലാത്ത ആറ്റത്തിൽ പോയിട്ട് കൊളൈഡ് ചെയ്യും, കൂട്ടിയിടിക്കും. ഇങ്ങനെ കൂട്ടിയിടിക്കുന്നതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യും, അവിടെ നമുക്ക് ലൈറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും.
സെയിം കൺസെപ്റ്റ് അല്ലേ ലൈറ്റ്നിങ്ങിലും ഇടിമിന്നലിലും. അതുപോലെ ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്യുന്നത് കൊണ്ട് അവിടെ എന്ത് ചെയ്യും, എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ആ എനർജിയാണ് ലൈറ്റായിട്ട് പുറത്തു വരിക. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഡിസ്ചാർജ് ലാമ്പ് എന്ന് വിളിക്കുന്നത്. ഡിസ്ചാർജ് ലാമ്പിൻ്റെ പ്രകാശം എന്ന് പറയുന്നത് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന വാതകത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണെങ്കിൽ പുറത്തു വരുന്ന പ്രകാശം എന്ന് പറയുന്നത് നീലപ്രകാശമായിരിക്കും. ഓക്കെ. അതുപോലെ ഞാൻ ഉപയോഗിക്കുന്നത് സോഡിയം ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രകാശം എന്ന് പറയുന്നത് യെല്ലോയാണ്, മഞ്ഞ പ്രകാശമാണ്. അതുപോലെ നൈട്രജൻ ആണെങ്കിൽ ഒരു ഓറഞ്ച് റെഡ് ആയിരിക്കും കിട്ടുക. ക്ലോറിനാണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഗ്രീൻ ലൈറ്റ് ആയിരിക്കും കിട്ടുക. പിന്നെ മെർക്കുറിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, വൈറ്റ് ലൈറ്റ് ആയിരിക്കും. നിയോൺ ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ കിട്ടുന്നത് ഓറഞ്ചോ റെഡോ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, അവിടെ കിട്ടുക. അങ്ങനെ നമ്മുടെ ഡിസ്ചാർജ് ലാമ്പിൽ ഉപയോഗിക്കുന്ന ഗ്യാസിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന പ്രകാശത്തിൻ്റെ വർണ്ണങ്ങളിലും വ്യത്യാസം വരുത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ലാമ്പിൻ്റെയും ഏറ്റവും വലിയ പ്രശ്നം ഇലക്ട്രിക്കൽ എനർജിയുടെ കൺസപ്ഷൻ കൂടുതലാണ്. പിന്നീട് എന്ത് ചെയ്തു, നമ്മൾ ഫ്ലൂറസെൻ്റ് ലാമ്പ് കണ്ടെത്തുകയുണ്ടായി. ഫ്ലൂറസെൻ്റ് ലാമ്പ് കണ്ടെത്തിയപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ എനർജിയുടെ കൺസംഷൻ കുറവാണ്, നിഴൽ മൂലമുള്ള അസൗകര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, വൈഡായിട്ട് ഫ്ലൂറസെൻ്റ് ലാമ്പ് ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, LED എന്ന് പറയുന്ന പുതിയൊരു കൺസെപ്റ്റിലേക്ക് പോവുകയാണ്. LED എന്ന് ഉദ്ദേശിക്കുന്നത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. അവിടെ ഡയോഡാണ് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് പ്രകാശം തരിക. ഡയോഡിനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, അത് നമുക്ക് ഇലക്ട്രോണിക്സിൽ നിങ്ങൾ എന്ത് ചെയ്യും, വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. അതൊരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. നമ്മുടെ 14ാം ഗ്രൂപ്പിലെ കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻലെഡ്. ഇതിൽ ടിന്നും ജെർമേനിയം, സിലിക്കണും ജെർമേനിയവും നമുക്ക് അർദ്ധചാലകങ്ങളെന്ന് വിളിക്കാം, അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാം. ഈ സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഡയോഡ്സ് ഉണ്ടാക്കും. അങ്ങനെ അതിലുൾപ്പെടുന്ന ഡയോഡാണ്, ഒരു PN ജംഗ്ഷൻ ഡയോഡാണ് LED. അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വലിയ ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ ഈ LED കണ്ടെത്തലോട് വന്നപ്പോഴത്തേക്ക് നമുക്ക് കുറഞ്ഞ വോൾട്ടേജിൽ കൂടുതൽ പ്രകാശം തരാനായിട്ട് LED സാധിച്ചു. LED എന്ന് പറയുന്നത് വളരെ കുറച്ച് വോൾട്ടേജ് മതി എന്ത് ചെയ്യാനായിട്ട്, അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത് നമുക്ക് വലിയ ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നുള്ളതാണ് LED എന്ന് പറയുക. LED-യിൽ ഇപ്പോൾ നമ്മൾ എങ്കിലും കുറച്ച് പ്രോബ്ലംസ് LED-ക്കും ഉണ്ട്. LED-യിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തുവിന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു LED-ക്ക് കേടുപാട് സംഭവിച്ചാലോ, അതല്ലെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന നമ്മുടെ ലോഡ് റെസിസ്റ്ററിനോ അതുപോലെ ഫിൽട്ടർ കപ്പാസിറ്ററിനോ LED ചിപ്പിനോ റെക്ടിഫയറിനോ ഒക്കെ കേടുവന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യും, അത് വർക്ക് ചെയ്യില്ല. അങ്ങനെ ഒരു ഡ്രോബാക്ക് LED-ക്ക് ഉണ്ട്. പക്ഷേ നമ്മുടെ ഫ്ലൂറസെൻ്റ് ലാമ്പിലൊക്കെ ആണെങ്കിൽ നമ്മൾ മെർക്കുറി യൂസ് ചെയ്യാറുണ്ട്. മെർക്കുറി എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റിന് വളരെ ഹാനികരമാണ്. അങ്ങനെ ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മുടെ എന്തിനില്ല, LED-ക്ക് ഇല്ല. LED എന്ന് പറയുന്നത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുപോലെ നമുക്ക് കിട്ടുന്ന പ്രകാശം കൂടുതലാണ്, വളരെ കുറച്ച് വോൾട്ടേജ് മതി. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, LED ആണ്. അപ്പോൾ ഞാനീ പറഞ്ഞത് നിങ്ങളൊരു നോട്ട്സ് ആക്കുക. നോട്ട്സ് ആക്കിയിട്ട് ആദ്യമായിട്ട് കണ്ടെത്തിയത് എന്താണ്, ഈ പറഞ്ഞ പോലെ ആർക്ക് ലാമ്പാണ്. ആർക്ക് ലാമ്പിൽ നിന്ന് എന്തിലേക്ക് വന്നു, ഇൻകാണ്ടസെൻ്റ് ലാമ്പിലേക്ക് വന്നു. ഇൻകാണ്ടസെൻ്റ് ലാമ്പിൻ്റെ പ്രത്യേകത എന്താണ്, ഡിസ്ചാർജ് ലാമ്പിൻ്റെ പ്രത്യേകത എന്താണ്, പിന്നീട് LED എന്താണ്, LED-യുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മുടെ പുസ്തകത്തിൽ പേജ് നമ്പർ 26 ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ നോക്കി വയ്ക്കുക. ഓക്കെ. പിന്നീട് LED-യിൽ അല്ലെങ്കിൽ LED-യുടെ ഏതൊക്കെ പോർഷൻ കേടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് വർക്ക് ചെയ്യില്ല. നമുക്കറിയാം റെക്ടിഫയർ കേടുവന്നാലോ, ലോഡ് റെസിസ്റ്റർ കേടുവന്നാലോ, അല്ലെങ്കിൽ ഫിൽറ്റർ കപ്പാസിറ്ററോ LED-യുടെ ചിപ്പോ കേടുവന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യില്ല, ആ ഡിവൈസ് പൂർണ്ണമായിട്ടും വർക്ക് ചെയ്യില്ല എന്നുള്ളത് LED-യുടെ ഒരു ഡ്രോബാക്കാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് പഠിക്കുക. നമ്മുടെ പാഠം ഇത്രയായപ്പോൾ കഴിഞ്ഞു. പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു എക്സാം ഉണ്ടാവും. അതുകൊണ്ട് ഇത്രയും എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക.